മായ ചേച്ചി, എന്താ മോനെ? നമ്മുടെ അർജുൻ ഇപ്പോൾ വിളിച്ചായിരുന്നു. മായ ചേച്ചി ഇങ്ങോട്ടയച്ച ആ ഏജൻസിക്കാരില്ലേ, അവരെ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യമായിട്ട് കല്ലുവിനെ നോക്കാൻ ആരെങ്കിലും കിട്ടുമോ? ഇന്ന് തന്നെ വേണം താനും. നടന്ന കാര്യങ്ങളൊക്കെ അവൻ മായ ചേച്ചിയോട് വിശദീകരിച്ചു. അയ്യോ, അത് പിന്നെ പെട്ടെന്നിങ്ങനെ ചോദിച്ചാ. മോനൊരു കാര്യം ചെയ്യാമോ? ഞാൻ ഏജൻസിക്കാരുടെ നമ്പർ തരാം, നേരിട്ട് വിളിച്ച് സംസാരിക്കും. ശരി ചേച്ചി. അവൻ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ഏജൻസിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. കാശിനാഥൻ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. തന്റെ ഫ്രണ്ടിനു വേണ്ടിയാണെന്നും വൈഫിനെ ഡെലിവറിക്ക് അഡ്മിറ്റ് ആക്കിയെന്നും ഒപ്പം നിന്നിരുന്ന സെർവന്റിന് എന്തോ ആവശ്യം വന്ന് അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെന്നുമൊക്കെയാണ് കാശി അവരെ അറിയിച്ചത്. 10 മിനിറ്റിനുള്ളിൽ തിരികെ വിളിക്കാമെന്നായിരുന്നു അവരുടെ മറുപടി. മായി ചേച്ചി, അഥവാ അവിടെ ആളെ കിട്ടിയില്ലെങ്കിൽ ചേച്ചിയുടെ പരിചയത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ പരിചയത്തിൽ 1-2 പേരുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഓരോ വീടുകളിലാണ് മോനെ. വേറെ ഏതെങ്കിലും ഏജൻസിയുടെ നമ്പർ ചേച്ചിയുടെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ മോനെ. വിഷമിക്കണ്ടെന്നേ, അവരെവിടുന്നെങ്കിലും ഒരാളെ ഒപ്പിച്ചു തരും. കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടതും കാശി പെട്ടെന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. എന്തുപറ്റി? വല്ലാണ്ട് കരയുന്നല്ലോ. അവൻ പാറുവിന്റെ അരികിൽ ചെന്നു. വിശന്നിട്ടാവേട്ടാ, കുറച്ചു സമയമല്ലോ ഉറക്കം തുടങ്ങിയിട്ട്, പറഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞിനെ പാലൂട്ടാൻ തുടങ്ങി. അവൻ ഡോർ അടച്ച ശേഷം പാറുവിന്റെ അടുത്തു വന്നിരുന്നു. കുഞ്ഞിന്റെ കുഞ്ഞു വിരലിൽ മെല്ലെ വിരൽ ഒടിച്ചു. അവന്റെ വിളിയൊച്ച കേട്ടതും കുഞ്ഞ് പാലുകൂടി നിർത്തിയിട്ട് വീണ്ടും കരയുകയാണ്. ഏട്ടാ മിണ്ടാതിരിക്ക്, ഭാവിക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ട്, അതാ കരയുന്നത്. പാറു ശബ്ദം താഴ്ത്തി പറഞ്ഞു. പെട്ടെന്ന് കാശിയുടെ ഫോൺ ഇരമ്പി. അവൻ അതുമായി ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഏജൻസിയിൽ നിന്നുള്ള കോളായിരുന്നു. ഹലോ ഹലോ സാറേ, കുറച്ചു മുന്നേ വിളിച്ചില്ലായിരുന്നു ഇങ്ങോട്ട്? അതെ, ആരെങ്കിലും കിട്ടുമോ? ഉണ്ട് സാറേ, ഒരാളുണ്ട്. 1.5 മണിക്കൂറിനുള്ളിൽ അവർ സിറ്റി ഹോസ്പിറ്റലിലെത്തും. അതെയോ, അവരെവിടെയുള്ളതാണ്? പേരും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഏജൻസിക്കാർ കാശിനാഥന് പറഞ്ഞു കൊടുത്തു. ശരി ശരി, അവരോട് അത്യാവശ്യമായിട്ട് വരാൻ പറ. എന്തായാലും 3 മാസത്തേക്ക് ആളെ ആവശ്യമാണ്. ബാക്കിയൊക്കെ എങ്ങനെയാണെന്ന് പിന്നീട് സംസാരിക്കാം. ഓക്കെ സാർ. ആളെ അയക്കുന്നതിന് ആവശ്യമായ തുക മുൻകൂറായി അടയ്ക്കണമെന്നും അതിന്റെ ഡീറ്റെയിൽസുമൊക്കെ കാശിക്കറിയായിരുന്നു. കാരണം മായ ചേച്ചി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ചില റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അത്യാവശ്യം വേണ്ട പേയ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുത്തു. എന്നിട്ട് ഈ വിവരം അർജുനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അർജുൻ അപ്പോഴാണ് സമാധാനമായത്. കല്ലുവിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ലേബർ റൂമിലേക്ക് കയറ്റിവിടാൻ പോലും അവൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവൻ ആകെ വിഷമിച്ചായിരുന്നു. എന്നിരുന്നാലും ശരി, എത്രയും പെട്ടെന്ന് തന്നെ ആളെത്തുമെന്നും കാശിയും ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ ഇറങ്ങുകയാണെന്നുമൊക്കെ അർജുനോട് പറഞ്ഞ ശേഷം അവൻ ഫോൺ കട്ട് ചെയ്തു. പാർവതിക്കും മായച്ചേച്ചിക്കുമൊക്കെ സമാധാനമായിരുന്നു. കുഞ്ഞുവാവ ആ പാലൊക്കെ കുടിച്ച് സുഖമായി പാർവതിയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. മായച്ചേച്ചി ഒന്ന് വാവയെ മെല്ലെ ബെഡിലേക്ക് കിടത്തി. മടിയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതൊരു ശീലമാകും മോളെ. ബെഡിൽ കിടത്തിയേ ഉറക്കാവൂ, പറഞ്ഞുകൊണ്ടവർ കുഞ്ഞിന്റെ ഇരുവശങ്ങളിലുമായി 2 പില്ലോ എടുത്തു വെച്ചു. എന്നിട്ട് പാർവതിയോട് കിടക്കാൻ ആവശ്യപ്പെട്ടു. മോളിങ്ങനെ എപ്പോഴും എഴുന്നേറ്റിരിക്കല്ലേ, മോക്ക് നല്ല നടുവിന് വേദന വരും. ഇതൊക്കെ കഴിഞ്ഞ് ആ ഓഫീസിൽ എത്ര നേരം പോയിരുന്ന് ജോലി ചെയ്യേണ്ടതാ. അതുകൊണ്ടേ വളരെ നന്നായി റെസ്റ്റ് എടുത്ത് കിടന്നോളൂ. പാർവതിയുടെ കവളിൽ ഒന്ന് തലോടിയ ശേഷം മായച്ചേച്ചി വീണ്ടും അടുക്കളയിലേക്ക് പോയി. കാശി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറായി വന്നു. പാറുട്ട, അർജുൻ ഒറ്റയ്ക്കല്ലേ, ഞാനൊന്ന് പോയിട്ട് വരാം. ഏട്ടാ, കുഞ്ഞുവാവെ കണ്ടു കഴിയുമ്പോൾ വിളിക്കണേ. അർജുൻ കുഞ്ഞിനെ മേടിക്കുന്ന ഫോട്ടോസൊക്കെ ഏട്ടൻ എടുക്കണേ. കുനിഞ്ഞു വന്ന് അവളുടെ കവളിലും മാറി മാറി മുത്തം കൊടുത്ത ശേഷം വാവയുടെ കാൽപാദത്തിൽ മെല്ലെ ഒന്ന് വിരലോടിച്ചുകൊണ്ട് കാശി കാറിന്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് പോയി. ചേച്ചി, ഞാൻ അർജുൻ്റെ അടുത്തേക്ക് പോവാ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ചേച്ചി എന്നെ ഫോൺ വിളിക്കണം കേട്ടോ. അടുക്കളയിലേക്ക് ചെന്നിട്ട് അവൻ അവരോട് പറഞ്ഞു. വിളിക്കാം മോനെ. ചേച്ചിയുടെ ജോലികളൊക്കെ കഴിഞ്ഞതാണോ? അതേ മോനെ, ഇനി ഈ കറികൾക്കൊക്കെ ഒന്ന് കടുക് വറുത്താൽ മാത്രം മതി. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ ചേച്ചി.
പാറുവിനി എന്തെങ്കിലും പ്രശ്നം വന്നാലോ? മോക്ക് വേണ്ടി എല്ലാം മാറ്റി വെച്ചേക്കുവാ മോനെ. അതെല്ലാം സ്പെഷ്യലായിട്ടാ ഉണ്ടാക്കുന്നത്. ഉപ്പും എരിവും പുളിയും ഒക്കെ കുറച്ചുള്ള ഭക്ഷണമാണ് പാറുമോക്കുള്ളതേ. ഉം. എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കണോ ചേച്ചി? ഒന്നും വേണ്ട മോനെ. ഉം. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം ചേച്ചി. അവരെ രണ്ടാളെയും പ്രത്യേകം ശ്രദ്ധിച്ചോണേ. പോയിട്ട് വാ മോനെ, ഞാൻ നോക്കിക്കോളാം രണ്ടാളെയും. വൈകാതെ തന്നെ കാശി അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി. മായച്ചേച്ചി ഒരല്പനിമിഷം നോക്കി നിൽക്കുകയായിരുന്നു കാശിയെ. എത്ര കരുതലാണ് സ്വന്തം ഭാര്യയോടും കുഞ്ഞിനോടും. പാർവതിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്താണ് കാശിനാഥൻ. താൻ ഇവിടെ വന്ന അന്നു മുതൽ കാശിയെയും പാറുവിനെയും മനസ്സിലാക്കുകയായിരുന്നു. എന്ത് സ്നേഹമാണ് ഇരുവരും തമ്മിൽ. 1000 ആവർത്തിയെങ്കിലും രണ്ടാളെയും ശ്രദ്ധിച്ചോണമെന്ന് പറയും. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുശുമ്പും കുന്നായ്മയുമുള്ള കുടുംബക്കാരെ എപ്പോഴും അകറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ഓർത്തുകൊണ്ട് അല്പനിമിഷം നിന്ന ശേഷം അവർ മുൻവാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അകത്തേക്ക് കയറിപ്പോന്നു. കാശിനാഥൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഇരു കൈകളും തലയിൽ ഊന്നിക്കൊണ്ട് ലേബർ റൂമിന്റെ വാതിൽക്കൽ ഒരു കസേരയിൽ ഇരിക്കുകയാണ് അർജുൻ. കഴിഞ്ഞയാഴ്ച ഇതേ സമയത്ത് താനും ഇങ്ങനെ ഈ അവസ്ഥയിൽ കഴിഞ്ഞുപോയത് ഓർത്തുകൊണ്ട് കാശി അവന്റെ അടുത്തേക്ക് ചെന്നു. എടാ. അർജുന്റെ തോളിൽ കൈവച്ചുകൊണ്ട് കാശി വിളിച്ചതും അവൻ പെട്ടെന്ന് മുഖമുയർത്തി. പാവോ അർജുൻ. കാശിയെ കണ്ടതും അവന്റെ മിഴികൾ നിറഞ്ഞു. പെട്ടെന്ന് അവൻ കാശിയുടെ കയ്യിൽ കയറി പിടിച്ചു. എന്താടാ ഇത് കൊച്ചു കുട്ടികളെപ്പോലെ കാണിക്കുന്നത്? കാശി അർജുന്റെ തോളിൽ തട്ടി അവനെ സമാധാനിപ്പിച്ചു. എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ. അതു പറയുകയും അർജുന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. സത്യം പറഞ്ഞാൽ കാശിയുടെ നെഞ്ചും വിങ്ങിപ്പൊട്ടുകയായിരുന്നു. പോട്ടടാ, സാരില്ലെന്നേ. കാശിയാണെങ്കിൽ അവനെ ചേർത്ത് പിടിച്ചു. എന്റെ അമ്മയ്ക്ക് ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുത്തിരുന്നെങ്കിൽ ഇന്നിവിടെ എൻ്റെ ഒപ്പം അമ്മയും കണ്ടേനെ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിക്കാതെ. കല്ലുവിന് എങ്ങനെയുണ്ട്? ഡോക്ടറെ കണ്ടിരുന്നോ? കണ്ടു. 1 മണിക്കൂറിനുള്ളിൽ കാണുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ടും ഒന്നും ആയില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നോർമൽ ഡെലിവറി തന്നെ നടക്കും. നീ ടെൻഷൻ ആവാതിരുന്ന് പ്രാർത്ഥിക്ക്. കാശിയുടെ ആശ്വാസ വാക്കുകൾ കേട്ടപ്പോൾ അർജുന് ഒരുപാട് സന്തോഷമായിരുന്നു. ഒപ്പം സമാധാനവും. ഇരുവരും കൂടി ലേബർ റൂമിന്റെ വാതിൽക്ക് കാത്തിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കാശിയുടെ ഫോണിൽ ഏജൻസിയിൽ നിന്നുമുള്ള കോൾ വന്നു. കല്ലുവിനെയും കുഞ്ഞിനെയും നോക്കാൻ വേണ്ടിയുള്ള സ്ത്രീ റിസപ്ഷനിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നും അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ എന്നും ചോദിച്ചുകൊണ്ടാണ് ഫോൺ വന്നത്. പെട്ടെന്ന് തന്നെ കാശിനാഥൻ അവിടേക്ക് ഇറങ്ങിച്ചെന്നു. ഏകദേശം 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. പേര് ഗീത. ഹോസ്പിറ്റലിന്റെ അടുത്തായിരുന്നു അവരുടെ വീട്. ഇപ്പോൾ വീട്ടിലില്ലായിരുന്നുവെന്നും ഒരു ബന്ധുവീട്ടിൽ പോയതിനാലാണ് ലേറ്റ് ആയതെന്നുമൊക്കെ അവർ കാശിയോട് പറഞ്ഞു. അവരെയും കൂട്ടി കാശി നേരെ റൂമിലേക്ക് വന്നു. അവരുടെ ബാഗും മറ്റും അവിടെ വെച്ച ശേഷം വീണ്ടും അർജുന്റെ അടുത്തേക്ക് വന്നു. പിന്നെയും കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നു. കല്യാണിയുടെ കൂടെ ആരാ ഉള്ളത്? അവർ വിളിച്ചു ചോദിച്ചതും അർജുൻ എഴുന്നേറ്റ് ഓടിച്ചെന്നു. കല്യാണി പ്രസവിച്ചു. ആൺകുട്ടിയാണ്. അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നു കേട്ടോ, സിസ്റ്റർ പറഞ്ഞതും അർജുൻ നിറഞ്ഞ മിഴികളോടെ തലകുലുക്കി. കാശി അവന്റെ തോളിൽ മെല്ലെ തട്ടിയപ്പോൾ അർജുൻ വല്ലാണ്ടങ്ങ് കരഞ്ഞുപോയി. എടാ, എന്താടാ ഇത്? ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. കാശി ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്നിട്ട് തന്റെ പോക്കറ്റിൽ കിടന്ന കൈലേസ് കൊണ്ട് അവന്റെ കണ്ണുനീർ ഒപ്പിക്കൊടുത്തു. വിഷമിക്കാതെ, എല്ലാം കഴിഞ്ഞല്ലോടാ, സമാധാനമായിട്ടിരിക്ക്. കാശി പറഞ്ഞതും അർജുൻ തലകുലുക്കി. ഫോണെടുത്ത് പാർവിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് കാശി. അവൾക്കും ഭയങ്കര സന്തോഷം. കുഞ്ഞിനെ കാണിച്ചാൽ ഉടനെ ഫോട്ടോ അയക്കണമെന്നൊക്കെ അവൾ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്ന് വിളിച്ചു. അർജുനും കാശിയും വാതിൽക്ക് തന്നെയുണ്ട്. തന്റെ കയ്യിലിരുന്ന വാവയെ സിസ്റ്റർ അർജുന്റെ നേർക്ക് നീട്ടി. കുഞ്ഞിനെ മേടിക്കുമ്പോൾ അവനെ വിറയ്ക്കുമായിരുന്നു. കുഞ്ഞാവേ, അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞ്. കാശി അപ്പോൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. കല്ലുവിനെ നോക്കാനായി വന്ന ഗീതച്ചേച്ചിയും കുഞ്ഞിനെ എടുത്ത് ഓമനിച്ചു. കണ്ടു കഴിഞ്ഞെങ്കിൽ തരാമോ? അധികം നേരം ഇവിടെ ഇങ്ങനെ നിന്നാലേ ഡോക്ടർ വഴക്കു പറയും. പറഞ്ഞുകൊണ്ട് സിസ്റ്റർ വന്ന് അവനെ തിരികെ മേടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി.
10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ കല്ലുവിനെ കാണിക്കാനായി വിളിച്ചു. അർജുനായിരുന്നു കയറിപ്പോയത്. ലേബർ റൂമിന്റെ അരികിലായുള്ള റിക്കവറി റൂമിലാണ് അവളെ കിടത്തിയത്. ചെന്നപ്പോ കണ്ടു പുഞ്ചിരിയോടെ തന്നെ നോക്കിക്കിടക്കുന്നവളെ. അത് കണ്ടപ്പോഴായിരുന്നു അവന് സമാധാനമായത്. ഒരുപാട് വേദനിച്ചോ? ശബ്ദം താഴ്ത്തിയവൻ ചോദിച്ചു. ഇല്ലെന്ന് അവൾ കണ്ണടച്ച് കാണിച്ചു. എല്ലാരും എന്തിയേട്ടാ? അമ്മയൊക്കെ പോയോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. ഇല്ല, പുറത്തുണ്ട്. നിന്നെ റൂമിലേക്ക് മാറ്റുമ്പോ കണ്ടാ മതി. ഒരുപാട് പേരെയൊന്നും അകത്തേക്ക് കയറ്റി വിടില്ല. കുഞ്ഞിനെ കണ്ടോ? കണ്ടു. ഏട്ടനോ? ഞാനും കണ്ടു. പെട്ടെന്ന് തന്നെ അവര് തിരികെ മേടിച്ചോണ്ട് പോയി. കാശി വന്നിട്ടുണ്ട്. ആണോ? അപ്പൊ പാറച്ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അതെ, ഞാൻ ഇറങ്ങിച്ചെന്നിട്ട് അവനെ പറഞ്ഞു വിടണം. എങ്കിൽ പിന്നെ ഏട്ടൻ പൊയ്ക്കോ, വെറുതെ ഇവിടെ നിൽക്കണ്ട. കല്ലു പറഞ്ഞതും അർജുൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു പെൺകുട്ടി പ്രസവവേദന എടുത്ത് അലറി വിളിക്കുന്നത് കേട്ടതും അർജുൻ അവിടെ ഓടി. അത് കണ്ടുകൊണ്ട് 2 സിസ്റ്റർമാർ ചിരിച്ചു. കല്ലുവിന് കുഴപ്പമില്ലെന്നും ഓക്കെ ആണെന്നും കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുമെന്നുമൊക്കെ അർജുൻ വന്ന് കാശിയോടും ഗീതച്ചേച്ചിയോടും പറഞ്ഞു. എന്നാ പിന്നെ നീ വിട്ടോടാ, നേരം കുറെ ആയില്ലേ വന്നിട്ട്. കാശിയെ നോക്കി അർജുൻ പറഞ്ഞു. ഞാൻ ഇറങ്ങുവാടാ. അവൾക്ക് ഒറ്റയ്ക്ക് എല്ലാം ഒന്നും മാനേജ് ചെയ്യാൻ അറിയില്ല. മായച്ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് കാശിയും എഴുന്നേറ്റു. നാളെ വരാൻ കേട്ടോടാ, കല്ലുവിനോട് പറഞ്ഞേക്ക്. അർജുന്റെ കൈക്ക് പിടിച്ചു കുലുക്കിക്കൊണ്ട് കാശി ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവൻ തിരികെ ഫ്ലാറ്റിലെത്തുന്നത് നോക്കിയിരിക്കുവാണ് പാറു, വിവരങ്ങളൊക്കെ അറിയുവാൻ വേണ്ടി. വന്ന പാടെ അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറ്റിയ ശേഷമാണ് പാറുവിന്റെ അരിയിലേക്ക് വന്നത്. കുഞ്ഞുവാവ അപ്പോഴും നല്ല സുഖമായ ഉറക്കത്തിലാണ്. കാശിയേട്ടാ, അർജുൻ എന്തു പറഞ്ഞു? അവൻ ഡോക്ടറെ കയറി കണ്ടോ? കല്ലുവിനെ കുറച്ചു കഴിയുമ്പോഴേക്കും റൂമിലേക്ക് മാറ്റും. അവൾ ഓക്കെയാണ്. അവളെ നോക്കുവാനായി വന്ന ചേച്ചി ഹോസ്പിറ്റലിന്റെ അടുത്താ താമസിക്കുന്നത്. കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ കാശി പാറുവിനോട് വിശദീകരിച്ചു. മോളെ, ഇങ്ങനെ ഇരിക്കാതെ കിടന്നുകൊണ്ട് സംസാരിച്ചു. ഇല്ലെങ്കിൽ ബാക്ക് പെയിനൊക്കെ ഉണ്ടാവും. മായച്ചേച്ചി വന്ന് വഴക്കു പറഞ്ഞതും കാശി പെട്ടെന്ന് തന്നെ പാറുവിനെ ബെഡിലേക്ക് പിടിച്ച് കിടത്തി. പാറൂട്ട, നീ പറയുന്നതനുസരിക്കണം. ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്നാ പിന്നെ കുറച്ചു കഴിയുമ്പോൾ നടക്കാൻ പോലും ബുദ്ധിമുട്ട് വരും. എപ്പോഴും ഇങ്ങനെ ഒരേ കിടപ്പ്, അത് വല്ലാത്ത മടുപ്പാണേട്ടാ. ഇങ്ങനെ കിടക്കുമ്പോഴാ എനിക്ക് ബാക്ക് പെയിൻ കൂടുന്നത്. അതൊക്കെ ശരിയായിക്കോളും. നാളെ അവർ വന്ന് കുളിപ്പിക്കാനൊക്കെ തുടങ്ങുമല്ലേ മോളെ. അന്നേരം മോളുടെ ദേഹത്തിനൊക്കെ വളരെ ആശ്വാസം കിട്ടും. ഈ വേദനയും നീരുമൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. മായച്ചേച്ചി പറഞ്ഞതും അവൾ തലകുലുക്കി. കാശിക്കാണെങ്കിൽ ഓഫീസിലെ കുറച്ച് പെൻഡിങ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ലാപ്പും എടുത്ത് അടുത്ത റൂമിലേക്ക് പോയി. പാർവതിയും കിടന്ന കിടപ്പിനാൽ ചെറുതായി ഒന്ന് മയങ്ങി. രാത്രിയിൽ പാറുവിന് കഞ്ഞി വേണമെന്ന് പറഞ്ഞതിനാൽ മായച്ചേച്ചി അവൾക്ക് കഞ്ഞിയും ചമ്മന്തിയും ചെറുപയർ തോരനുമൊക്കെ തയ്യാറാക്കുകയാണ്. രാത്രി 7 മണിയോട് കൂടിയാണ് കല്ലുവിനെ റൂമിലേക്ക് മാറ്റിയത്. ബെഡിലേക്ക് എടുത്തു കിടത്തിയപ്പോൾ അവൾക്ക് വല്ലാത്ത വേദനയും പരവേശവും ഒക്കെ പോലെ തോന്നി. അടിവേറൊക്കെ പൊട്ടിപ്പോകും പോലെ. ഇരു കാലുകൾക്കും വല്ലാത്ത കടച്ചിൽ. അവളുടെ മിഴികൾ നിറഞ്ഞു വരുന്നത് കണ്ടതും അർജുൻ അരികിലേക്ക് ചെന്നു. കല്ലുവിന്റെ അരികിൽ നിന്ന് സിസ്റ്ററോട് വിവരം ധരിപ്പിച്ചു. കുഴപ്പമില്ലെന്നും സ്റ്റിച്ചിന്റെ പെയിനാണെന്നും 2-3 ദിവസം എടുക്കും അതൊക്കെ മാറി വരുമാനെന്നുമൊക്കെയാണ് അവരുടെ മറുപടി. ജാനകി ചേച്ചി എവിടെ? കണ്ടില്ലല്ലോ ഏട്ടാ. കല്ലു ചുറ്റിനും മിഴികൾ പായിച്ചു. ജാനകി ചേച്ചി നിന്റെ അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോയി. 2-3 ദിവസം കഴിഞ്ഞ് മടങ്ങിയെത്തും. പോയെന്നോ? ഇത്ര തിടുക്കത്തിൽ പോകാനായിട്ട് ഇപ്പൊ എന്താ കാര്യം? അതൊന്നും എനിക്കറിയില്ല. ദേ, നമ്മുടെ കാശി പറഞ്ഞിട്ട് ഏജൻസി വഴി ബന്ധപ്പെട്ടപ്പോൾ വന്നതാ ഗീത ചേച്ചി. ഇനി മുതൽ ജാനകി ചേച്ചി വരുന്നതുവരെ നിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഈ ചേച്ചിയാണ്. അർജുൻ വളരെ ലാഘവത്തോടെ പറഞ്ഞു. ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചുവെന്ന് അവൾക്ക് തോന്നി. അർജുനോട് ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റിയ സിറ്റുവേഷനുമല്ല. അപ്പോഴേക്കും കുഞ്ഞിനെയുമായിട്ട് 2 നേഴ്സുമാരകത്തേക്ക് വന്നു. വാവയെ കൊണ്ടുവന്ന് കല്ലുവിന്റെ അരികിലായി അവർ കിടത്തി. അപ്പോഴേക്കും കല്ലുവിനും അർജുനുമൊക്കെ സന്തോഷമായി. ചേച്ചി, നന്നായി പാല് കൊടുക്കണം കേട്ടോ. ഇതേവരെയായിട്ടും കുടിപ്പിച്ചില്ലല്ലോ. ഇവനാണെങ്കിൽ പൊരിഞ്ഞ ഉറക്കമാ, ഒരു നേഴ്സ് പറഞ്ഞു. ശേഷം വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്ത ശേഷം
അവർ രണ്ടാളും റൂമിൽ നിന്നിറങ്ങിപ്പോയി. മതിവരുവോളം ഒന്ന് കാണട്ടെന്റെ പൊന്നിനെ പറഞ്ഞുകൊണ്ട് അർജുൻ ഒരു കസേര എടുത്തുകൊണ്ടുവന്ന് ബെഡിന്റെ അരികിലായി ഇട്ടു. കല്ലുവാണെങ്കിൽ തന്നോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞുവാവയുടെ കവളിൽ ഒന്ന് തൊട്ടു. അപ്പോഴേക്കും അവിടം ചുമന്നു തൊടുത്തു. ഒന്ന് ചിണുങ്ങിക്കൊണ്ട് വാവി ഉറക്കെ കരഞ്ഞു. വിശന്നിട്ടാണ് മോളെ, പാല് കൊടുക്കുമ്പോൾ കരച്ചിൽ നിർത്തും, ഗീത ചേച്ചി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുത്തു. കല്ലുവിനാണെങ്കിൽ എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യ. അത്രമേൽ വേദനയാണ് സ്റ്റിച്ചിട്ട ഭാഗത്ത്. ഒരു പ്രകാരത്തിൽ അർജുൻ അവളെ താങ്ങിയെടുത്ത് ചുവരിലേക്ക് ചേർത്തിരുത്തി. അപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നും കുടുകുടാന്നു വെള്ളം ചാടി. എടാ, നല്ല വേദനയാണോ? അർജുൻ സങ്കടത്തോടെ ചോദിച്ചു. മാറിക്കോളും, കുഴപ്പമില്ലേട്ടാ പറഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞിനെ മടിയിലേക്ക് വെച്ചു. ആദ്യമായി അവളുടെ മാറി നിന്നും ചുരന്നു വന്ന ഇളം മഞ്ഞ നിറമുള്ള അമ്മിഞ്ഞപ്പാൽ തുണയാൻ തുടങ്ങിയതും കുഞ്ഞിന്റെ കരച്ചിൽ ചമിച്ചു. ശ്വാസം അടക്കി പിടിച്ച് വേദനയോടെ കല്ല് ഒരു പ്രകാരത്തിലിരുന്ന് കുഞ്ഞിനെ പാലൂട്ടി. തുടരും.